എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ബിഗിനേഴ്സ് ചിക്കൻ കറിയാണ്. അതായത് തുടക്കക്കാർക്ക്, അതായത് ചിക്കൻ കറിയും അങ്ങനെ കറികളൊന്നും വെച്ച് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഒരു കോഴിക്കുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വെളിച്ചെണ്ണ, ഒരു സവാള, ഒരു 20 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 6-7 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി ചതുരത്തിൽ കട്ട് ചെയ്തത്, മുളക് പൊടി 2 ടീസ്പൂൺ, ഐസ്ക്രീം സ്പൂണിന് 2 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, ഉപ്പ് 1 ടീസ്പൂൺ, ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര, കുറച്ച് ഇഞ്ചി. പിന്നെ വേണ്ടത് ചിക്കനാണ്. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ 3 ടേബിൾ സ്പൂൺ, ഒരു വലിയ പീസ് ഇഞ്ചി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും അരച്ചെടുക്കണം. അതിലേക്കൊരു 50 മില്ലി വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശമൊക്കെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി പകുതി വഴന്നിട്ടുണ്ട്. അതിലേക്ക് പൊളന്ന വെളുത്തുള്ളിയും പച്ചമുളകും, അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കുറച്ച് കഴുകി വെച്ചിരിക്കുന്ന വേപ്പിലയും, ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ. അപ്പം നമ്മുടെ കോഴിയെല്ലാം നല്ല സീലായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കോഴിയുടെ കളർ മാറിയിട്ടൊരു ഓഫ് വൈറ്റ് കൂടിയൊരു കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാല, 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ, 1 ടീസ്പൂൺ ഫുള്ള് മസാല. ഇതിൽ കറുവ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടിരിക്കുന്നതാണ്. 1.5 കപ്പ് വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കുക. ഒരു ഫുൾ തീയിൽ ഒറ്റ വിസിൽ